ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ വന്നു. നബി തങ്ങളുടെ സദസ്സിലിരുത്തി. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് സ്നേഹ സംസാരങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു കടങ്കഥ ചോദിച്ചു. സഹാബ, കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാമോ? സഹാബ, കമ്പില്ലാത്തൊരു മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ? മരം എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഇങ്ങനെ കാട്ടുമരങ്ങളെ കുറിച്ച് ആലോചിച്ചു. മൂച്ചി, പിലാവ്, അതിനൊക്കെ കൊമ്പുണ്ട്, ഒരു ഐഡിയ ഇല്ല. അവസാനം അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹു റസൂലിനറിയാം. നബിതങ്ങൾ മറുപടി പറഞ്ഞു, സഹാബാദി തപ്പന മരമാകുന്നു. സദസ്സ് പിരിഞ്ഞു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, നബിതങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു. ചോദിച്ചാൽ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞിരുന്നു പറഞ്ഞു. എടമ്മനെ എന്തെടത് പറയാഞ്ഞ്? അതാണ് പറഞ്ഞിക്കുകയാണെങ്കിൽ വാപ്പാക്ക് എന്തൊരു അഭിമാനമായിരുന്നു. നാലാളിടയിൽ പറയണ്ടേ, ഇൽമല്ലേ, ചോദിച്ചാ പറയണ്ടേ. വാപ്പ 4 ഡയലോഗ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി, അതിനെങ്ങനെ മറുപടി പറയാനാണ്? അതാണ് അദബ് എന്ന് പറഞ്ഞ സാധനം. വിവരമുള്ളതൊക്കെ പറയാന്നുള്ളതല്ല. അദബ് എന്ന് പറഞ്ഞ സംഗതി അതാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയണതൊക്കെ പറയാനുള്ളതൊന്നല്ല, പറയാനൊരു സ്ഥലം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് കിതാബുൽ ആദാബ് എന്നൊരു കിതാബുണ്ട്. അദബുകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബ്. നമ്മളെ SKSFന്റെ സൈബർ വിങ് ആ കിതാബിനെ അടിസ്ഥാനമാക്കി അദബുകളെ കുറിച്ച് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം വരും. അത് വരും. നല്ല സോഫ്റ്റ്വെയറാണ്. അതിൽ പറയുന്നുണ്ട് ഗുരുവിനോട് കാണിക്കേണ്ട അദബുകൾ, ഗുരുവിനോട് കാണിക്കേണ്ട അദബുകൾ, വാപ്പാനോട് കാണിക്കേണ്ട അദബുകൾ, ഉമ്മാനോട് കാണിക്കേണ്ട അദബുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എന്റെ മോൻ ഇന്നലെ ഇവിടുന്ന് സദസ്സിന്ന് പോകുമ്പോ നബി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓനോട് എന്തെടത് പറയാഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, എന്റെ വാപ്പയായ ഞങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ എങ്ങനെയാ അത് പറയാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹസൻത്, അതാണ് ശരി. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചോദിച്ചതും അതിന് ഉത്തരം പറഞ്ഞതും ഉമർ ഖത്താബിനെ അത് പഠിപ്പിക്കാനാണ്. അത് ചോദിച്ചതും ആ ഉത്തരം പറഞ്ഞു എന്തിനാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എന്താണ് അദബ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയായിരുന്നു. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതുകൊണ്ട് മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്. അദബ് പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അദബ് കാണിച്ചാൽ മനസ്സിലാകുന്നതാണ്. അദബ് പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അദബ് കാണിച്ചാലേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് അദബ് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. മക്കളെ ആദ്യമായി നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അദബ് പാലിക്കാനാണ്. അത് ഭക്ഷണം മുതൽ തുടങ്ങണം. മദ്രസന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോവുകയാണ്, മോൻ പറഞ്ഞു വാപ്പാ ഇന്റെ മദ്രസാണ് അത് എന്ന് പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ ഇന്റെ മദ്രസ് എന്ന് പറയണ്ട, ഞങ്ങളെ മദ്രസ് എന്ന് പറയേ. അതാണ് അദബ്.
എന്റെ മദ്രസ എന്ന് പറഞ്ഞ് എന്നിലേക്ക് ചുരുങ്ങലല്ല അദബ്, ഞങ്ങൾ എന്നതിലേക്ക് എത്തിച്ചേരലാണ് അദബ്. അതുകൊണ്ട് ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്, എല്ലാറ്റിലുമാണത്. വസ്ത്രധാരണയിലെ അദബ് പഠിപ്പിക്കണം. വസ്ത്രധാരണയിൽ കുറെ അദബുണ്ട്. ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ. അദബ് കിട്ടാൻ ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ. കുട്ടികൾ നിലവിളിക്കുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റേതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. അതുകൊണ്ട് വസ്ത്രധാരണത്തിലെ അദബ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഔറത്ത് പറഞ്ഞാൽ മാത്രം അദബാവൂല. വണ്ണത്തെയും രൂപത്തെയും അറിയിക്കുന്നത് അദബിനെതിരാണ്. പർദ്ദയാണെങ്കിൽ പോലും വണ്ണത്തെയും രൂപത്തെയും അറിയിക്കുന്നത് അദബിനെതിരാകുന്നു. അതുകൊണ്ട് അതും പരിശീലിപ്പിക്കേണ്ടതാണ്. പിന്നെ വസ്ത്രധാരണം ഗൾഫിൽ മാത്രം മതിയാവുന്നതുമല്ല, നാട്ടിലും കൂടി അങ്ങനെ തന്നെയാണ് വേണ്ടതും. അല്ലാഹു തആല അവന്റെ റസൂലും ഗൾഫിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുക, നാട്ടിൽ ഇങ്ങനെ ധരിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഔത്തും പുറത്തും വ്യത്യാസമുണ്ട്. പെരന്റെ ഉള്ളിലും പെരന്റെ പുറത്തും വ്യത്യാസമുണ്ട്. അതങ്ങനെ ചെയ്യാം. അല്ലാതെ മരിച്ചോടത്ത് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഒരേമാതിരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സ്ത്രീകൾ അവരുടെ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. അവിടെ കരിയായ മാക്സ് ഇടും. നമ്മളിപ്പോ ഇങ്ങനെ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങാടി പോണവരാണ്, മാർക്കറ്റ് പോണവരാണ്, ഓഫീസിൽ പോണതാണ്. പലയാതി ലാമിനേഷൻ ചെയ്ത ആൾക്കാരും കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഇന്റത് പെരയിലുണ്ടല്ലോ എന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ വലിയ ആഗ്രഹത്തിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കരിയായ മാക്സ് ഇട്ടുങ്ങാണ്ട് പല്ലും തേക്കാതെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവിടെയല്ലോ എല്ലാം നല്ല നിലക്കും കാണിക്കേണ്ടത്. സ്ത്രീകളെല്ലാവരും നല്ല പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം, ഒക്കെ പഠിക്കണം. എന്തിന്? ഭർത്താവിൻ്റെ മുമ്പിൽ കാണിക്കാനാണ്. പഠിക്കണം, അതൊക്കെ പഠിക്കണം. നന്നായി പാട്ട് പാടണം, എല്ലാം വേണം. സ്വന്തം ഭർത്താവിന് കാണിച്ചു കൊടുക്കാനാണത്. ഭാര്യമാര് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് മൻ തസുറുഹു ഇദാ നദറത് എന്നാണ്. നോക്കിയാൽ സന്തോഷം തോന്നുന്ന ഭാര്യയാണ് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യ. ഓളാണ് കണ്ടാൽ തന്നെ പൊലിവ് കൊണ്ട് വരണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ സൗറിൽ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ നിന്ന് ഭയപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വേഗത്തിൽ പോയത്. ടെൻഷൻ ഉണ്ടാവുമ്പോ പെരേക്കാണ് പോകാൻ പറ്റണം, അല്ലാതെ ടെൻഷനാണ് ഞാൻ അടുത്ത മാസേ പോണുള്ളൂ എന്ന് പറയാനല്ല. ഓളാണ് കണ്ടാൽ സന്തോഷം വരണം. അതാണ് ഒരു ഭാര്യയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം നാട്ടുകാർക്കിടയിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല, ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതാണ്. മാക്സിമം അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞത് ഗൾഫിക്ക് മാത്രമുള്ളതല്ല, നാട്ടും കൂടി ഉള്ളതാണ്. മക്കളിലും ശീലിപ്പിക്കണം. നമ്മളത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. വ്യഭിചാരത്തിന്റെ ശിക്ഷയെ നല്ലോണം ആലോചിക്കണം.